ഹലോ മക്കളെ, ചാൻസലർ ക്ലാസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ CUT ആസ്പിറൻസ് എല്ലാം CUT എക്സാം എഴുതിയ എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് അവരുടെ ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ, നിങ്ങളുടെ ഫൈനൽ ആൻസർ കീ എന്ത് ചെയ്തിട്ടുണ്ട്, റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ സൈറ്റ് ഏതാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതോടൊപ്പം നെക്സ്റ്റ് ഉള്ള സ്റ്റെപ്സ് ആണ് ഇനി ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ആ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണെന്ന് എന്ത് ചെയ്യാൻ നമുക്ക് ഈ വീഡിയോയിൽ വിശദീകരിച്ച് തരാം. ഓൾസോ ICAR അപ്ലൈ ചെയ്യാത്തവരുടെ കാര്യങ്ങളും നമുക്ക് എന്താണെന്ന് എന്ത് ചെയ്യാം വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ സമയം കളയാതെ ഞാൻ എന്ത് ചെയ്യാം വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ഫൈനൽ ആൻസർ കീ, പ്രൊവിഷണൽ ആൻസർ കീ ആണ് ആദ്യം വന്നതെന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ. പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിലുള്ള മിസ്റ്റേക്സ് കണ്ടുപിടിക്കുകയും അത് നിങ്ങൾ ചാലഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ ചാലഞ്ച് ചെയ്തതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അതിന്റെ ഫൈനൽ ആൻസർ കീ ഇത്ര ഡിലേ ആയിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് വീണ്ടും പറഞ്ഞത്, സന്തോഷകരമായിട്ടുള്ള വാർത്ത വന്നിട്ടുണ്ടെന്നാണ്. എന്തെന്നാൽ CUT നോർമലി ഇങ്ങനത്തെ ഡിലേ എല്ലാം സ്വാഭാവികമാണ് അവരുടെ ഭാഗത്തു നിന്ന്. എന്നാൽ നിങ്ങൾക്ക് ഈ പ്രാവശ്യം എന്ത് ചെയ്തിട്ട് കുറച്ചും കൂടെ നേരത്തെ കിട്ടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എന്തെന്നാൽ ഫൈനൽ ആൻസർക്ക് നമ്മുടെ പ്രൊവിഷണൽ ആൻസർക്ക് വന്നതിന് ശേഷം റീടെസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ റീടെസ്റ്റ് സാധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ റീടെസ്റ്റ് കഴിഞ്ഞിട്ട് അവരുടെ ആൻസർ കീ റിലീസ് ചെയ്ത്, പ്രൊവിഷണൽ ആൻസർ കീ റിലീസ് ചെയ്ത് അതിനുശേഷം ഫൈനൽ ആൻസർ കീ റിലീസ് ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യും, ഒരുപാട് സമയം എന്ത് ചെയ്യും കഴിയേണ്ടതാണ്. പക്ഷേ എങ്കിൽ പോലും അവർ കുറച്ചും കൂടെ സ്പീഡപ്പ് ആക്കിയിട്ടുണ്ട് കാര്യങ്ങൾ. NTയുടെ ബാക്കി കേസുകളും കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ ഒരുപാട് പ്രഷേഴ്സ് അവരുടെ മുകളിൽ ഉള്ളത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രാവശ്യം കുറച്ചും കൂടെ സ്പീഡ് ആക്കുന്നുണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം വിശ്വസിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫൈനൽ ആൻസർ കീ ഉടനെ ഉണ്ടാകുമെന്ന് എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ത് ചെയ്യാം ഉടനെ ഉണ്ടാകുമെന്ന് നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ റിസൾട്ട് അനുസരിച്ച്, ഈ റിസൾട്ടിൽ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, ബാക്കി നിങ്ങളുടെ ക്രൂഷ്യൽ സ്റ്റെപ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ട് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിന് മുമ്പായിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞോളട്ടെ. നിങ്ങൾ ഡോക്യുമെന്റ്സും കാര്യങ്ങളും റെഡിയാക്കിയിട്ടില്ല എങ്കിൽ ഉടനെ റെഡിയാക്കി വെക്കുക. എന്തെന്നാൽ നിങ്ങളുടെ ഈ റെഡിയാക്കി ഈ ഡോക്യുമെന്റ്സ് റെഡിയാക്കാനുള്ള സമയം പിന്നീട് എന്ത് ചെയ്യത്തില്ല, നിങ്ങൾക്ക് ലഭിച്ചെന്ന് വരത്തില്ല. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ അതായത് ഈ റിസൾട്ട് വരുന്നവരുള്ള ഈ താമസം മാത്രമേ ഉള്ളൂ. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ചടപടാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ പ്രോസസ്സുകൾ അങ്ങോട്ട് പോകും. അപ്പം നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനധികം ദിവസം ഒന്നും എന്ത് ചെയ്യത്തില്ല, അവർ തന്നെന്ന് വരത്തില്ല. അപ്പോൾ അതൊക്കെ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, റെഡിയാക്കി വെക്കുക. ഓൾസോ നിങ്ങളുടെ കൗൺസിലിങ്ങിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ചോയ്സ് നെറ്റിലെ പേഴ്സണലൈസ് കൗൺസിലിങ്ങിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ജോയിൻ ചെയ്യാൻ പറ്റും. പേഴ്സണലൈസ് കൗൺസിലിനെ കുറിച്ച് അറിയാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ നോക്കുക, ഈ ഒരു ബാനറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക പേഴ്സണൽ കൗൺസിലിംഗ് നടത്തുന്നത്. നമ്മുടെ കഴിഞ്ഞ വർഷം മാത്രം നമ്മൾ എന്ത് ചെയ്യും 580+ റിസൾട്ട്സ്, 580+ കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മുടെ ചാനലിന് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അതേപോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പ്രാവശ്യം ചെയ്യുന്നുണ്ട്. പേഴ്സണലൈസ് കൗൺസിലിംഗ് ആണ് ചെയ്യുന്നതും കൗൺസിലിംഗ് തൊട്ട് കോളേജ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾ നോക്കുന്നതായിരിക്കും. ഓൾസോ നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ മാർക്ക് അനുസരിച്ച്, നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടാൻ കഴിയുന്ന കോളേജസിന്റെ പ്രിഫറൻസ് ഓർഡർ നമ്മൾ തന്നെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറയുക, നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു ആഡ് ചെയ്ത് നിങ്ങൾക്ക് ബാക്കി ഫുൾ കാര്യം, നിങ്ങൾ ആ ഡോക്യുമെന്റ്സ് മാത്രം റെഡിയാക്കി തന്നാൽ മതിയും. ബാക്കി എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, നമ്മുടെ ചാനൽ ചെയ്തു തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്തില്ല, ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിഞ്ഞിട്ട് ഇത് ചെയ്യാനുള്ള മെയിൻ കാര്യം തന്നെ, കഴിഞ്ഞ വർഷം ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്വന്തമായിട്ട് ചെയ്തിട്ട് അവർക്ക് സീറ്റ് ലഭിക്കാതിരിക്കുകയും, നല്ല മാർക്ക് ഉണ്ടായിട്ട് പോലും സീറ്റ് ലഭിക്കാതിരിക്കുകയും, ഈ വർഷം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ വേറൊരു കോഴ്സുകളിലോട്ട് പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അത് ഈ വർഷം നമ്മുടെ മക്കൾ നേരിടാൻ പാടില്ല. ആ പാരൻസ് ഇത് ആലോചിച്ച് വിഷമിക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോഗ്രാം ഈ വട്ടം ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മാത്രമല്ല, ബാക്കി ഡോക്യുമെന്റ് വെരിഫിക്കേഷനിലുള്ള സപ്പോർട്ട്സും സീനിയേഴ്സിന്റെ മെന്റർഷിപ്പും അതേപോലെ തന്നെ ബാക്കി എല്ലാ ഗൈഡൻസും 24/7 നിങ്ങൾക്ക് എന്ത് ചെയ്യും ഗൈഡൻസും, അതേപോലെ അഡ്മിഷൻ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഗൈഡൻസുകളും സ്കോളർഷിപ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓൾസോ നിങ്ങൾക്കുള്ള മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എഴുതിയിരിക്കുന്ന നിങ്ങളെ പോലത്തുള്ള നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ സഹപ്രവർത്തകർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാനും അവരുടെ കൂടെ നിങ്ങൾക്ക് സംസാരിക്കാനും, നിങ്ങളുടെ കൂടെയുള്ള കുട്ടികളുടെ പാരൻസിനോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് എന്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഈ നമ്പറിലോട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ഈ നമ്പറിലോട്ട് പറയുന്ന ഒരു ഈ amount എന്ത് ചെയ്യും, കുറച്ച് ദിവസം കൂടെ കാണത്തുള്ളൂ, ലിമിറ്റഡ് ഓഫർ ആയിരിക്കും. ഇത് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അമൗണ്ട് കൂട്ടിയെന്ന് വരും. എന്തെന്നാൽ നമുക്ക് ആവശ്യത്തിലധികം കുട്ടികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ചിട്ട് ആ അമൗണ്ട് ഇത് ലിമിറ്റ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ അമൗണ്ട് കൂട്ടിയെന്ന് വരാം. അതിന് മുമ്പേ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഉടനെ ജോയിൻ ചെയ്യുക. എന്നിട്ട് ആ സ്ക്രീൻഷോട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഈ കാണുന്ന ഈ നമ്പറിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അയക്കുക. ഓക്കെ, ഈ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക. ആൻഡ് നെക്സ്റ്റ് നിങ്ങൾക്ക് നമ്മൾ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യുകയും ബാക്കിയുള്ള പ്രോസസ്സുകൾ നമ്മൾ അവിടെ വെച്ച് പറഞ്ഞു തരികയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ
ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ കീ നിങ്ങൾ എങ്ങനെയാണ് കാണേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫൈനൽ ആൻസർ കീ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ exams.nta.ac.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ വരിക. ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ ആൻസർ കീ ഇവിടെ 2 ഓപ്ഷൻസ് കാണാം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കീ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇതനുസരിച്ച് നിങ്ങളുടെ സ്കോർ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിൽ തന്നെ നമ്മൾ ചാലഞ്ച് ചെയ്തതനുസരിച്ച് ചില ഓപ്ഷന് 2 ഉത്തരങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ ഇതാ ഇവിടെയാണ്. ഇപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ കാണാൻ കഴിയും. 2 ഓപ്ഷൻ 3 ശരിയാണെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് നിങ്ങളുടെ ആൻസർ കീസ് എന്ത് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കുക. നെക്സ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിസൾട്ട് വരണം. റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്കോർ, നിങ്ങൾക്ക് കിട്ടിയ സ്കോറും നിങ്ങളുടെ റാങ്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ചോദിക്കുന്നതായിരിക്കും. അതനുസരിച്ച് ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇപ്പോൾ ഇല്ല, അടുത്ത വീഡിയോയിലോട്ട് ഞാൻ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ സമയമാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിലോട്ട് നിങ്ങളുടെ സ്കോറും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ള കോളേജുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹെൽപ്പ് ചെയ്ത് നിങ്ങൾ സജസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, അതാണ് അതിൻ്റെ കാര്യങ്ങൾ. നെക്സ്റ്റ് ഇത് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ റിസൾട്ട് വന്ന് നിങ്ങളുടെ സ്കോർ കാർഡ് വന്നതിന് ശേഷം നിങ്ങളുടെ ICRലോട്ടാണ് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാനുള്ളത്. അതായത് ICRലോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്കോറുകൾ ഡയറക്റ്റഡ് ICRലോട്ട് അവർ അപ്ഡേറ്റ് ചെയ്യും. ആ സ്കോർ അനുസരിച്ച് നിങ്ങൾ ബാക്കി അങ്ങോട്ട് ആ സ്കോർ അനുസരിച്ച് അവരുടേതായിട്ടുള്ള ഒരു റാങ്ക് കാർഡ് റെഡിയാക്കുകയും ചെയ്യും. അതിനുവേണ്ടി നിങ്ങൾ ചില പ്രോസസ്സുകൾ ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ആ വീഡിയോയിലോട്ട് കാണാം. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ വേറൊരു റാങ്ക് കാർഡ് നിങ്ങൾക്ക് റിലീസ് ആവുകയും നെക്സ്റ്റ് നിങ്ങളുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടെ ചോയ്സ് ഫില്ലിംഗ് ചെയ്യുക. ചോയ്സ് ഫില്ലിംഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ കോളേജിൽ നിങ്ങളുടെ ചോയ്സ് ഫില്ലിംഗ് അനുസരിച്ച് നിങ്ങൾ പ്രിഫറൻസ് ഓർഡർ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും അതനുസരിച്ച് നിങ്ങൾക്ക് ഫ്രീസ് ചെയ്യണോ ഫ്ലോട്ട് ചെയ്യണോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസുകളൊക്കെ അവിടെ ഉണ്ടാവും. അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, തുടർന്നുള്ള വീഡിയോയിൽ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൗൺസിലിംഗിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മക്കളാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളുക. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. എന്താണ് നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് വീഡിയോ എന്ത് ചെയ്യുക. ഓൾസോ ICR കൊടുക്കാത്ത കുട്ടികളാണെങ്കിൽ ഓർക്കുക, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ട്യൂൺഡ് ആയിരിക്കാം. ഇതേപോലത്തെ അപ്ഡേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും, തന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ബൈ.